നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ക്ലാസ് ആണ്. ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഇത് ഉപയോഗിച്ച് അസൈൻ ചെയ്യാൻ സാധിക്കും. സോ ഇതിലാദ്യമായി ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, അതുപോലെ ടെക്സ്റ്റ് റാപ്പ്, അതുപോലെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം, അതുപോലെ ഫോണ്ട് സൈസ്, ടെക്സ്റ്റ് ഡെക്കറേഷൻ, അതുപോലെ ഫോണ്ട് വെയ്റ്റ്, ഇവയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ, അതുപോലെ സെൻറ്ററിൽ, അതുപോലെ റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റ് റാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ഒറ്റ ലൈനിൽ വേണോ, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് വ്യത്യസ്ത ലൈനുകളിൽ വേണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നത് നമുക്കൊരു ടെക്സ്റ്റിനെ ലോവർ കേസിലോട്ടും അതുപോലെ അപ്പർ കേസിലോട്ടും അതുപോലെ ക്യാപിറ്റലൈസ് ഫോർമാറ്റിലോട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫോണ്ട് സൈസ് ആണ്. 1 മുതൽ 6 വരെയുള്ള സൈസ് ഉണ്ട്. സോ 1 എന്ന് പറയുന്നത് നമ്മുടെ H1 ടാഗിൻ്റെ അതേ സൈസ് ആയിരിക്കും. 6 എന്ന് പറയുന്നത് അതുപോലെ H6ൻ്റെ സൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ഫോണ്ട് വെയ്റ്റ് ആണ്. സോ നമുക്കത് ഇതിൽ കാണുന്ന പോലെ ബോൾഡ്, നോർമൽ, ലൈറ്റ്, ഇറ്റാലിക് തുടങ്ങിയ സ്റ്റൈലുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഡെക്കറേഷൻ ആണ്. ടെക്സ്റ്റ് ഡെക്കറേഷൻ നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം, ലൈൻ ത്രൂ കൊടുക്കാം, ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ CSSൽ പഠിച്ച അതേ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാക്കി നമ്മൾ ഓരോ എലമെൻറ്റിനും അസൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. സോ ആദ്യമായി നമുക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു H1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ ലേൺ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H1 എലമെൻറ്റ് നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഞാനിവിടെ കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുക്കാം. സോ നമുക്കത് ഫുൾ വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. സേവ് കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നു. സോ ഇതിലാദ്യമായി ഞാൻ ഇവിടെ അസൈൻ ചെയ്യാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് സ്റ്റാർട്ടാണ്. ടെക്സ്റ്റ് സ്റ്റാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നു. പിന്നെയുള്ളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ടെക്സ്റ്റ് എൻഡാണ്. ടെക്സ്റ്റ് എൻഡ് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ ഹെഡിങ് ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് നിന്നു. ഇനി അതുപോലെ നമുക്ക് പിന്നെ വരുന്നത് ടെക്സ്റ്റ് സെൻറ്ററാണ്. സോ നമ്മൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മധ്യഭാഗത്തോട്ട് സെൻറ്ററിലോട്ട് അത് അലൈൻ ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്ക്രീൻ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെൻറ്റർ സൈഡിൽ അത് വരുന്നതായിരിക്കും, സെൻറ്റർ ഭാഗത്ത് അത് വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് അലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പോയിൻ്റ് കൂടി, നമ്മൾ നേരത്തെ പഠിച്ച ബ്രേക്ക് പോയിൻ്റ് കൂടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ അതെങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി നമുക്ക് ഈ ഒരു ഹെഡിങ് നമ്മുടെ സ്ക്രീൻ സൈസ് മീഡിയം ആകുമ്പോൾ നമുക്ക് സെൻറ്ററിൽ വരണം, അതുപോലെ എക്സ്ട്രാ ലാർജ് ആകുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വരണം, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണമെന്ന് കരുതുക. സോ നമുക്കിതെങ്ങനെ ബ്രേക്ക് പോയിൻ്റ് ഉപയോഗിച്ച് കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ആദ്യത്തെ ക്ലാസ് നെയിം കൊടുക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്ലാസ് നെയിം ടെക്സ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും ലഭിക്കുക. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസ് ആകുമ്പോൾ നമുക്കത് സെൻറ്ററിലോട്ട് വരണം. സോ നമുക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് MD സെൻറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമുക്കൊരുവിധം എല്ലാ പ്രോപ്പർട്ടീസിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക് പോയിൻറ്റ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഉപയോഗിച്ച്. സോ നമ്മളിപ്പോൾ മീഡിയം ആണെങ്കിൽ നമ്മൾ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നു, അതുപോലെ XL ആണെങ്കിൽ, എക്സ്ട്രാ ലാർജ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. സോ നമ്മളിവിടെ എൻഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് XL എൻഡ് എന്ന് കൊടുക്കുന്നു. ഇനി സേവ് ചെയ്യാം. സോ സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്ക്രീൻ മാക്സിമൈസ് ചെയ്യുന്നു. സോ നമുക്കിപ്പോൾ എക്സ്ട്രാ ലാർജ് ആണ്, അതുകൊണ്ട് നമുക്കത് റൈറ്റ് സൈഡിൽ ലഭിക്കുന്നു. സോ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഞാൻ ഇനി ഈ സ്ക്രീൻ സൈസ് ഞാനിവിടെ കുറക്കുകയാണ്. കുറച്ച് നമുക്കൊരു മീഡിയം സൈസ് ആകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഹെഡിങ് നമ്മുടെ സെൻറ്റർ ഭാഗത്തോട്ട് വരുന്നു. പിന്നെ ഒന്നും കൂടി കുറച്ച് നമ്മുടെ മീഡിയം സൈസിന് താഴെ വരികയാണെങ്കിൽ അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇതുപോലെ ബ്രേക്ക് പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏതൊരു പ്രോപ്പർട്ടീസിനും നമുക്കൊരുവിധം എല്ലാ പ്രോപ്പർട്ടീസിനും നമുക്ക് ഇതുപോലെ ബ്രേക്ക് പോയിൻറ്റ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ കൊടുത്ത ആ ഒരു ക്ലാസ്സിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നു. സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് റാപ്പാണ്. ടെക്സ്റ്റ് റാപ്പ് അതുപോലെ ടെക്സ്റ്റ് നോ റാപ്പ് എന്ന് പറയുന്ന 2 ക്ലാസ്സുകളുണ്ട്. റാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ടെക്സ്റ്റ് റാപ്പ് ആയിരിക്കും. റാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് നമ്മുടെ കണ്ടൻറ്റ് അടുത്ത ലൈനിലോട്ട് പോകുന്നതായിരിക്കും. നോ റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും ഒരൊറ്റ ലൈനിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതിന് താഴെ ഒരു P എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു.
പി എലമെൻറ്റിനുള്ളിൽ ഒരു ഡമ്മി ടെക്സ്റ്റ് നമുക്കൊരു ലോറം 30 വേർഡ്സ് കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതുപോലെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് റാപ്പാണ്. സോ നമുക്ക് സ്ക്രീൻ സൈസിനനുസരിച്ച് ബാക്കിയുള്ള കണ്ടൻറ്റ് അടുത്ത ലൈനിലോട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങളിവിടെ കാണാം, സ്ക്രീൻ സൈസ് കൂടുന്നതിനനുസരിച്ച് അത് ലൈനിൽ അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നു. സോ കുറയുന്നതിനനുസരിച്ച് അടുത്ത ലൈനിലോട്ട് അതിൻ്റെ കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നോർമലി ഡീഫാൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽ അഥവാ ടെക്സ്റ്റ് റാപ്പ്. സോ നമ്മളിവിടെ ക്ലാസ് നെയിം കൊടുക്കാം, ടെക്സ്റ്റ് റാപ്പ്. സേവ് ചെയ്യാം. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി നമ്മളിവിടെ നോ റാപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റാപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, അതെല്ലാം നമുക്ക് ഒരൊറ്റ ലൈനിൽ, ആ പാരഗ്രാഫ് മുഴുവൻ നമുക്ക് ഒറ്റ ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. താഴെ നമുക്കിവിടെ സ്ക്രോൾ ചെയ്യാനുള്ള സ്ക്രോൾ ബാർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് നോ റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കണ്ടൻറ്റും ഒറ്റ ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. സോ ടെക്സ്റ്റ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലോട്ട് അതിൻ്റെ കണ്ടൻറ്റ് വരുന്നതായിരിക്കും സ്ക്രീൻ സൈസിനനുസരിച്ച്. റാപ്പ് കൊടുത്തില്ലെങ്കിലും ഡീഫാൾട്ടായിട്ട് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് റാപ്പാണ്. സോ നമ്മുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് പുതിയ ലൈനിലോട്ട് നമ്മുടെ കണ്ടൻറ്റ് വരുന്നതായിരിക്കും. സോ അടുത്ത എന്ന് പറയുന്നത് ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ്. സോ ടെക്സ്റ്റ് ലോവർ കേസ് എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ലോവർ കേസിലോട്ട് മാറ്റാം, അതുപോലെ അപ്പർ കേസിലോട്ട് മാറ്റാം, അതുപോലെ ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് മാറ്റാം. സോ നമുക്കിവയെല്ലാം ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി തൽക്കാലം ഈ പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്യുന്നു. അടുത്ത മറ്റൊരു H1 കൊടുക്കുന്നു. അതിൽ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ ലേൺ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു H1 കൊടുക്കുന്നു. ഇതിൽ ഞാൻ സ്മോൾ ലെറ്ററിൽ ലേൺ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പോലെ നമുക്കിവിടെ ലഭിക്കും. ആദ്യത്തെ നമുക്ക് ഒരു ക്യാപിറ്റലൈസ് സ്റ്റൈലിലാണ്, അതായത് ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം, ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലാണ്. രണ്ടാമത്തെ നമുക്ക് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെ നമ്മൾ മുഴുവൻ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ആദ്യമായി ഇത് നമുക്ക് അപ്പർ കേസിലോട്ട് മാറ്റാം. സോ നമ്മളിവിടെ ക്ലാസ് നെയിം ടെക്സ്റ്റ് ലോവർ കേസ് എന്ന് കൊടുക്കുന്നു. അപ്പർ കേസ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ ഇവിടെ ഒറിജിനൽ കൊടുത്തത് ഇതുപോലെയായിരുന്നു, ഒരു ക്യാപിറ്റലൈസ് സ്റ്റൈലിലായിരുന്നു നമ്മൾ കൊടുത്തത്. പക്ഷേ നമ്മൾ ഈ അപ്പർ കേസ് എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തപ്പോൾ നമുക്കത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമുക്കത് നമ്മുടെ ബ്രൗസറിൽ ലഭ്യമായത്. ഇനി അതുപോലെ ഇപ്പോൾ നമുക്ക് അടുത്ത H1 എന്ന് പറയുന്നത് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. സോ നമുക്കതിന് ക്ലാസ് ടെക്സ്റ്റ് ലോവർ കേസ് എന്ന് കൊടുക്കാം. സോ അത് ലോവർ കേസിലോട്ട് മാറുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാം, ആ ഒരു കണ്ടൻറ്റ് നമുക്ക് ലോവർ കേസിലോട്ട് മാറുന്നതായിരിക്കും. അതുപോലെ മൂന്നാമത്തെ H1 എന്ന് പറയുന്നത് മുഴുവൻ നമ്മൾ ലോവർ കേസിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ ക്ലാസ് ടെക്സ്റ്റ് ക്യാപിറ്റലൈസ് എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റലൈസ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കുന്നു. ഇതാണ് ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കുന്നു. സോ ഈ 3 ക്ലാസ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു. അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് അപ്ലൈ ചെയ്യുന്ന ടെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കുന്നു. അതുപോലെ ലോവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ലോവർ കേസിൽ ലഭിക്കുന്നു. അതുപോലെ ക്യാപിറ്റലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാപിറ്റലൈസ് ഫോർമാറ്റിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്ന ഫോണ്ട് സൈസാണ് 1 മുതൽ 6 വരെയുണ്ട്. 1 എന്ന് പറയുന്നത് നമ്മുടെ H1 എലമെൻറ്റിന് തുല്യമായ സൈസാണ്. 6 എന്ന് പറയുന്നത് H6ന് തുല്യമായ സൈസാണ്. സോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ സേവ് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം ഈ ടെക്സ്റ്റ് അപ്പർ കേസ് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ നമുക്ക് FS1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല, കാരണം ഇത് നമുക്ക് H1 എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൻ്റെ അതേ വലിപ്പമായിരിക്കും നമുക്ക് FS1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് മാറുന്നതായി കാണാൻ സാധിക്കും. 3, അതുപോലെ 4, 5, 6, 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും H1ൻ്റെ അതേ ഒരു സൈസ് ലഭിക്കുന്നതായിരിക്കും. കാരണം 6 വരെ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. 7 കൊടുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടായിരിക്കില്ല. നമുക്കതിൻ്റെ H1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സൈസ് തന്നെ നമുക്ക് ലഭിക്കുന്നു. സോ നമുക്ക് FS1 മുതൽ FS6 വരെ കൊടുക്കാം. FS1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ H1 എലമെൻറ്റിൻ്റെ അതേ ഒരു സൈസ് ആയിരിക്കും. FS6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് H6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സൈസ് ആയിരിക്കും. സോ നമുക്കിവിടെ FS6 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിവിടെ H6 കൊടുത്തു കഴിഞ്ഞാൽ ഹലോ എന്ന് കൊടുക്കാം.
നമുക്കിവിടെ ഹലോയുടെ സൈസും നമുക്ക് H1-ൽ നമ്മൾ FS6 അപ്ലൈ ചെയ്ത ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ഒരുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഹെഡിങ് H1 മുതൽ H6 വരെ കൊടുക്കാം. നമ്മൾ HTML പഠിച്ച സമയത്ത് അത് വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ഫോണ്ട് സൈസ് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്ന ഫോണ്ട് വെയിറ്റ് ആണ് ബോൾഡ്, നോർമൽ, ലൈറ്റ്, അതുപോലെ ഇറ്റാലിക്. സോ ഇവ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു, FS6 ക്ലാസ്സും ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്ക് ഇതുപോലെ ലഭിക്കും. സോ നമുക്ക് FW ബോൾഡ് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കാം. ബോൾഡ് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ബോൾഡായി മാറുന്നതായിരിക്കും. പിന്നെ വരുന്നത് നോർമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. സോ നോർമൽ എന്ന് പറയുന്ന സ്റ്റൈൽ നോർമലായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ കാണുന്ന രീതിയിൽ നോർമൽ സൈസിലുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് FS ലൈറ്റ് ആണ്. ലൈറ്റ് എന്ന് പറയുന്നത് നോർമലിൽ നിന്നും കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നോർമലിൽ നിന്നും കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഒരു സ്റ്റൈലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് ഇറ്റാലിക് ആണ്. സോ ഇറ്റാലിക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ചെരിഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റൈലായിരിക്കും ലഭിക്കുക. സോ നമുക്കതിന് FST ആണ് കൊടുക്കേണ്ടത്. FST ഇറ്റാലിക് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ ഒരു റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഫോണ്ട് വെയിറ്റും അതുപോലെ ഫോണ്ട് സ്റ്റൈലും നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഡെക്കറേഷനാണ്. ഇതിൽ വരുന്നത് അണ്ടർലൈൻ, അതുപോലെ ലൈൻ ത്രൂ, അതുപോലെ ടെക്സ്റ്റ് ഡെക്കറേഷനാണ്. സോ ഇവയെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യമായി ഇത് ഡിലീറ്റ് ചെയ്യുന്ന തൽക്കാലം സേവ് ചെയ്യുന്നു. സോ നമുക്ക് നോർമൽ ടെക്സ്റ്റ് ലഭിക്കുന്നു. സോ നമുക്കിവിടെ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ എന്ന് കൊടുക്കാം. അണ്ടർലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിന് ഒരു അണ്ടർലൈൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ലൈൻ ത്രൂ ആണ്. സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ ലൈൻ ത്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈൻ കഴിഞ്ഞിട്ടൊരു ഐഫോൺ ഉണ്ട്, ലൈൻ ത്രൂ. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഒരു ലൈൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ ആണ്. സോ ഡീഫോൾട്ടായിട്ട് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ ആയിരിക്കും. സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ നമുക്ക് സാധാരണ ആവശ്യമായി വരുന്നത് നമ്മൾ ഉദാഹരണമായി നമ്മളൊരു ടാഗ് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ടാഗ് കൊടുക്കുന്നു, ശേഷം ഹോം കൊടുക്കുന്നു. സോ നമുക്കിതൊരു ലിങ്ക് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫാൾട്ടായിട്ട് അതിനൊരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. സോ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ ക്ലാസ് കൊടുത്ത ശേഷം ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണെന്ന് കൊടുക്കാം. നണ്ണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേ പ്രോപ്പർട്ടി നമ്മൾ CSSലും ഉണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അണ്ടർലൈൻ പോയി കിട്ടും. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ, അതുപോലെ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ ആവശ്യമുള്ള സമയത്ത് ടെക്സ്റ്റ് ഡെക്കറേഷൻ ലൈൻ ത്രൂ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവയാണ് പ്രധാനപ്പെട്ട ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ്.